ഹായ് ഫ്രണ്ട്സ്, ഐറാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. ഇതിപ്പോൾ പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഈ രീതിക്കൊന്ന് മാവ് കുഴച്ചെടുക്കുക. ഇനി നമുക്കിതിൽ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഞാനിത് ചപ്പാത്തിക്കല്ലിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിനെ ഈ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ എടുത്തിട്ട് ഒരു ബട്ടർഫ്ലൈ പോലുള്ളൊരു ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നും അതുപോലെ ചെയ്യാം. ഇപ്പം ഞാനെല്ലാം അതുപോലെ ആ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഗോതമ്പിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിക്ക് വേവിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പം ഞാനെല്ലാം ഇതുപോലെ വേവിച്ച് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.